തിരുവനന്തപുരം ലോക്സഭാ മണ്ഡലത്തിലും തൃശ്ശൂരിലും BJP എങ്ങനെയാണ് പതിവില്ലാതെ വോട്ടുകൾ വാരിക്കൂട്ടിയത്? ഉത്തരം വളരെ ലളിതമാണ്. LDFിനകത്ത് CPIMന്റെ കൂടെ നിൽക്കുന്ന CPIക്ക് 8ന്റെ പണിയാണ് പിണറായി വിജയൻ കൊടുത്തത്. മകളെ എക്സാലോജിക് കമ്പനിയുമായി ബന്ധപ്പെട്ട അന്വേഷണത്തിൽ നിന്നും ഒഴിവാക്കാൻ വേണ്ടി പിണറായി നടത്തിയ ഡീലാണ് ഇത് എന്നാണ് പൊതുവെയുള്ള സംസാരം. CPI നേതാക്കൾ എല്ലാം തന്നെ ഇപ്പോൾ പിണറായിക്കെതിരെ തിരിയുമ്പോൾ ബിനോയ് വിശ്വം അവരെ പടിയടച്ച് പുറത്താക്കി താൽക്കാലികമായി പിണറായിക്ക് സ്തുതി പാടി നിൽക്കുകയാണ്. KE ഇസ്മായിൽ അടക്കമുള്ളവർ CPI തകർന്നുകൊണ്ടിരിക്കുന്നു എന്ന യാഥാർത്ഥ്യം വിളിച്ചോതുമ്പോൾ ബിനോയ് വിശ്വം ഒന്നും കണ്ടില്ല കേട്ടില്ല എന്നും പറഞ്ഞ് ചടഞ്ഞിരിക്കുകയാണ്. സുനിൽകുമാർ അടക്കമുള്ള CPI നേതാക്കൾ ബിനോയ് വിശ്വത്തിനെതിരെ തിരിഞ്ഞിരിക്കുന്നു. എന്തിനധികം പറയുന്നു, മുതിർന്ന നേതാവായ C ദിവാകരൻ, അദ്ദേഹം തിരുവനന്തപുരം ലോക്സഭാ മണ്ഡലത്തിൽ മത്സരിച്ച് പരിചയമുള്ള വ്യക്തിയാണ്. 2009 ശശി തരൂർ ആദ്യമായി ജയിക്കുമ്പോൾ CPI സ്ഥാനാർത്ഥി R രാമചന്ദ്രൻ നായരായിരുന്നു 2ാം സ്ഥാനത്തെത്തിയത്. അന്ന് 3ാം സ്ഥാനത്തെത്തിയത് BSP സ്ഥാനാർത്ഥി നീലലോഹിദാസൻ നാടാരായിരുന്നു. 4ാം സ്ഥാനത്ത് ഗതികെട്ട് തകർന്നടിഞ്ഞ ഒരു നേതാവായിരുന്നു PK കൃഷ്ണദാസ്. 84,000 വോട്ട് മാത്രമാണ് BJPക്ക് 2009 തിരുവനന്തപുരം ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ലഭിച്ചത്. അവിടെ നിന്നും എങ്ങനെ O രാജഗോപാൽ 2014 ആയപ്പോൾ 2,82,000 വോട്ടുകൾ നേടിയെടുത്തു? അതായത് 2 ലക്ഷം വോട്ടുകൾ വർദ്ധിപ്പിച്ചു. അവിടെയാണ് CPIM BJP ഡീൽ തുടങ്ങിയത്. 2014 CPIM എല്ലാ രീതിയിലും BJPയെ സഹായിക്കൽ തുടങ്ങിയതാണ്. അന്ന് CPIക്ക് പ്രത്യേകിച്ചും ബെനറ്റ് എബ്രഹാം ആയിരുന്നു പെയ്ഡ് സ്ഥാനാർത്ഥി എന്ന് വലിയ രീതിയിൽ ആക്ഷേപമുണ്ടായിരുന്ന വ്യക്തി. അദ്ദേഹം മത്സരിച്ചു. അദ്ദേഹം ഗതികെട്ട് 3ാം സ്ഥാനത്ത് പോയി. പിന്നെ അങ്ങോട്ട് ശശി തരൂറും BJPയും തമ്മിലായിരുന്നു മത്സരം. കുമ്മനം രാജശേഖരനെയും രാജീവ് ചന്ദ്രശേഖരനെയും ഒക്കെ തകർത്തെറിഞ്ഞുകൊണ്ടാണ് ശശി തരൂർ വിജയം ആവർത്തിച്ചത്. എന്നാൽ പൊടുന്നനെ സുരേഷ് ഗോപി എങ്ങനെ വിജയിച്ചു? അവിടെയാണ് CPIMന്റെ യഥാർത്ഥ കെമിസ്ട്രി വർക്കൗട്ടായത് എന്ന് എല്ലാവരും പറയുന്നു. പൂരം കലക്കലുമായി ബന്ധപ്പെട്ട കാര്യത്തിൽ ഇപ്പോൾ ADGP ആയ MR അജിത് കുമാറിന് ക്ലീൻ ചിറ്റ് നൽകിയിരിക്കുകയാണ് DGP ആയിട്ടുള്ള ഷെയ്ഖ് ദർവൈസ് സാഹിബ്. എന്നാൽ അങ്ങനെ ക്ലീൻ ചിറ്റ് നൽകിയതുകൊണ്ട് ജനങ്ങൾ ഈ സംശയമൊന്നും ദൂരീകരിക്കും എന്ന് വിചാരിക്കുകയേ വേണ്ട. കാരണം കൃത്യമായി ആളുകൾക്ക് അറിയാം അന്ന് അവിടെ ആ സംഭവ സ്ഥലത്ത് എന്തൊക്കെയാണ് നടന്നതെന്ന്. അന്ന് സുരേഷ് ഗോപി വന്ന വരവും എല്ലാം കൃത്യമായി ജനങ്ങൾ വീണ്ടും റീവൈൻഡ് ചെയ്ത് നോക്കുകയാണ്, തിരിച്ചറിയുകയാണ് യഥാർത്ഥത്തിൽ അവിടെ നടന്ന കലാപരിപാടികൾ. ജനങ്ങൾ അത് ഓരോന്നായി മുടിനാരിഴക്കീറി പരിശോധിച്ച് തുടങ്ങിയിരിക്കുകയാണ്. BJP CPIM അന്തർധാര പൊളിച്ചെടുക്കാൻ CPIയിലെ പല നേതാക്കളും കോൺഗ്രസിലേക്ക്